ആ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ടു ഓൾ ഡിയർ മൈ ഫ്രണ്ട്സ്. സ്വീകരിക്കുന്നില്ല. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? കേക്കാം കേക്കാം കേൾക്കാം. ഓക്കെ ഓക്കെ. മാറ്റ്നി ഫ്രീ വെബിനാറിന്റെ മാറ്റ്നി ഫ്രീ വെബിനാറിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പാട്ടുവിശേഷത്തിൽ ഇന്ന് നമ്മുടെ 100ാമത്തെ എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാവുക എന്നുള്ളത് വളരെയധികം ഒരു ഭാഗ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ തന്നെ ഉൽപ്പത്തിയോളം ദൈർഘ്യമുണ്ടാവും സംഗീതത്തിന്റെ ചരിത്രത്തിനും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ശ്രവണസുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കലയാണ് സംഗീതം. രാഗതാള പദാശ്രയമായതാണ് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും സഹായത്തോടെ ആശയവിനിമയം നടത്തുന്നത് സാഹിത്യ ഭാഷയാണെങ്കിൽ സ്വരങ്ങളുടെ സഹായത്തോടെ ആശയപ്രകടനം നടത്തുന്നത് നാദഭാഷയാണ്. വികാരങ്ങളുടെ ഭാഷയാണ് സംഗീതം. മനുഷ്യന്റെ സകല വികാരങ്ങളെയും ദുഃഖത്തെയും സംഘർഷങ്ങളെയും സംഗീതത്തിൽ കൂടി ആവിഷ്കരിക്കാൻ സാധിക്കും. ഇത് മനുഷ്യന് ശാന്തിയും സമാധാനവും കൈവരുത്തും. തീർച്ചയായും ഇത് അക്ഷരം പ്രതി സത്യമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഞായറാഴ്ച 7 മണി മുതൽ 8:30 വരെ എന്നുള്ളത്. എല്ലാവരും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്ക് പാടാൻ അറിയില്ലെങ്കിൽ കൂടി പാടാൻ ആഗ്രഹം ഉള്ളവരായിരിക്കും നമ്മളെല്ലാവരും. അതുപോലെ പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നവരുമായിരിക്കും. ഇങ്ങനെ ഒരു എപ്പിസോഡിന്റെ അണിയറ ശില്പികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് അണിയിച്ചൊരുക്കുന്ന തീർച്ചയായിട്ടും നമുക്ക് ജോസഫ് ജോൺ സാർ ഇതിന്റെ ഒരു ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ഷാബു സാർ, ഷീല ടീച്ചർ, പിന്നെ പാടാൻ അറിയാവുന്ന ഒട്ടേറെ പേരുണ്ട്. ഇന്ന് പ്രത്യേകിച്ചും ഓഡിയൻസ് ആയിട്ട് ഇതിൽ വന്നിരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചത് ഓമന ടീച്ചർ സാധാരണയായിട്ട് ഇതിൽ ജോയിൻ ചെയ്യാറില്ല എന്ന് തോന്നുന്നത്. പക്ഷെ ഇന്ന് 100ാമത്തെ എപ്പിസോഡിൽ ഓമന ടീച്ചർ, രമാവതി ടീച്ചർ, പിന്നെ അതുപോലെ തന്നെ അമേരിക്കയിലാണെന്ന് തോന്നുന്നു ശ്രീകുമാരി മാം, എല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടുകൂടി ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് സെഗ്മെന്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു മ്യൂസീഷ്യൻ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേ അവരെ സംബന്ധിക്കുന്ന ഒരു പർട്ടിക്കുലർ ഡേയെ സംബന്ധിക്കുന്ന അവർക്കൊരു ട്രിബ്യൂട്ട് ആയിരിക്കും നമ്മൾ സാധാരണ ഈ എപ്പിസോഡിൽ ഈ ഒരു സെഷനിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഗാനങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സെഗ്മെന്റ് കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ എപ്പിസോഡിലേക്ക്, ഈ സെഷനിലേക്ക് പ്രിയപ്പെട്ട ജോസഫ് ജോൺ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓരോരുത്തരെയും ഞാൻ ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഓവർ ടു ജോസഫ് ജോൺ സാർ. സർ സ്റ്റാർട്ട് ചെയ്യാൻ ഓമൻ ടീച്ചർ PPT ഷെയർ ചെയ്യുന്നുണ്ടോ? റിപ്ലൈ ചെയ്യാമോ പ്ലീസ്? ജോസഫ് സാർ ആയിരുന്നു എന്നാ തോന്നുന്നത്. അത് ജോസഫ് ജോൺ സാർ. ബാലു ആന്റി റോഷ്നിന്ന് കാണുന്നല്ലോ, അതാരാണ്? കണ്ടിട്ടില്ലാത്തൊരു ആളാണല്ലോ. ഞാൻ രമാവതി മാഡത്തിന്റെ മകളാണ്, റോഷ്നിയാണ്. ഓ ശരി 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 ശരി. നമസ്കാരം മാഡം. സന്തോഷം, കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു. രമാവതി മാം പാട്ടുകാരിയാ, ഭയങ്കര പാട്ടാ. കുറച്ചല്ലേ പാടുന്നുള്ളൂ.
മോളും പാടുമല്ലോ അല്ലേ ടീച്ചറെ? കുറച്ച് പഠിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരല്ലോ. എന്നാലും പാടാം, നമ്മളാരും പഠിച്ചിട്ടില്ല. ഇന്ന് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലുള്ള പാലക്കാട്, അതും ഒരു പാട്ടുകാരിയാണ്. ഓ അത് ശരി. അപ്പൊ ഹായ്. അപ്പൊ സ്ക്രീനിൽ പാടാം. കാണുന്നുണ്ടോ? കാണാമോ? വിസിബിൾ ആണോ? ആണാണ്. വിസിബിൾ ആണ്. വിസിബിൾ ആണ്. പാട്ട് വിസിബിൾ ആണോ? ഓക്കെ. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ബിജു തിരുമല സാറിന്റെ വരികൾക്ക് ഇളയരാജ സാർ മ്യൂസിക്കിന്റെ ചക്രവർത്തി എന്ന് പറയാം. ഇളയരാജ സാർ സംഗീതം നൽകി എസ് ജാനകിയമ്മ പാടിയ എൻ പൂവേ പൊൻപൂവേ എന്നുള്ള പാട്ടാണ് നമുക്ക് ഇന്ന് ആദ്യമായിട്ട് പാടുന്നത്. ഇത് ആരുടെ ഇഷ്ടഗാനമാണ്? നമ്മളിത് ഗ്രൂപ്പിലിട്ടിരുന്നോ? ആരുടെ ഇഷ്ടഗാനമായിട്ടാണ് ഇത് ഗ്രൂപ്പിലിട്ടിരുന്നത്? ഞാനാ പറഞ്ഞത് മാം. റോഷ്നി ബാലു റോഷ്നിയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്? അപ്പൊ റോഷ്നി തന്നെ ഇത് പാട്ട് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഓക്കെ. ഓക്കെ, താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഗാനം സ്റ്റാർട്ട് ചെയ്ത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇന്ന് റോഷ്നി ഞങ്ങളുടെ ഗസ്റ്റ് ആണല്ലേ? ആദ്യമായിട്ടല്ലേ ഈ എപ്പിസോഡിലേക്ക്? ഞാനൊരു 2-3 പ്രാവശ്യം ഇതിൽ വന്നിട്ടുണ്ട് മാം. ഓക്കെ സോറി, ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും റോഷ്നി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് തന്നെ റോഷ്നിയുടെ ഈ പാട്ടോട് കൂടി നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ താങ്ക് യു മാം. സ്റ്റാർട്ട് ചെയ്തു. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു വാവി ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു വാവേ. പൂവസന്തം പൊന്നു പൂശും പുലർക്കിനാവിൻ തൂവലാലേ അമ്പിളിപ്പൊൻ മഞ്ചമൊന്നിൽ നിനക്കു മൂടാൻ പുതപ്പുനിയാം. നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ, നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞോനീ. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു വാവേ. ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായു വായു വാവേ. മാം അടുത്ത ഇതൊന്ന് സ്റ്റാൻസ് ഒന്ന് കാണിച്ചു തരാമോ? ഇത്ര വരെ പാടിയാൽ മതിയോ? ഓക്കെ താങ്ക് യു. ഉഷ മ്യൂട്ടാണേ. റോഷ്നി വളരെ നന്നായിട്ട് പാടി. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ഈ പാട്ട് പാടുന്നുണ്ടെങ്കിൽ മാം പറഞ്ഞ പോലെ ഇങ്ങനെ പാടാൻ ഇങ്ങനെ പ്ലാറ്റ്ഫോം തന്ന സാബു സാറിന് നന്ദി പറയുന്നു. നല്ല ഇനിയും വരണം പാട്ടിന്റെ ഈ സെഷനിൽ. തീർച്ചയായിട്ടും 4 വരി ഞാൻ പാടാം. 4 വരി പാടാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ശ്രീകുമാരി. എൻ പൂവേ പൊൻപൂവേ ആരീരാരം രാരോ കനവും നീ നിനവും നീ വായു വായു
ഉണ്ണിക്കണ്ണ എന്നെന്നും ഉണ്ണിക്കണ്ണാവായോ, നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. മുഴുവൻ കാണുന്നില്ല. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ, കനവും നീ നിനവും നീ വായോ വായോ വാവേ. താങ്ക് യു. മുഴുവനും കണ്ടില്ല. താങ്ക് യു മാം. ജോസഫ് ജോൺ സാർ വന്നിട്ടുണ്ടല്ലോ, സാറ് ജോയിൻ ചെയ്യോ സാർ പ്ലീസ്? കണ്ടിന്യൂ സാർ ചെയ്തോ, ഞാൻ കണ്ടിന്യൂ ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ. ജ്യോതികുമാർ സാർ അവൈലബിൾ ആണോ? ബീന മാം, നെക്സ്റ്റ് ആരാ പാടുന്നത്? സ്റ്റാർട്ട് ചെയ്തോ, നമുക്ക് ഇത് കണക്ട് ചെയ്ത് പോകാവേ. അപ്പൊ നമുക്ക് ടൈം അല്ല ആയി പോകത്തില്ല. ഉഷ ഈ പാട്ട് തന്നെയാണോ പാടാൻ പറയുന്നത്? അവരവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. അപ്പൊ അടുത്തത് ഇടണം. ഇത് ഒരെണ്ണം കിടപ്പുണ്ട്. ഓക്കെ 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 അപ്പൊ അടുത്ത പാട്ടിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇത് ഗന്ധർവക്ഷേത്രം എന്ന ഫിലിമിലെ നമ്മുടെ വയലാർ രാമവർമ്മ സാറിന് എന്റെ വരികൾക്ക് ജി ദേവരാജൻ സാറാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്. ദാസേട്ടൻ പാടിയ വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഇന്ദ്രവല്ലരി പൂചൂടി വരും സുന്ദര ഹേമന്ത രാത്രി. ഇത് ഇഷ്ടപ്പെട്ട ഈ ഗാനം പാടുന്നതിനായിട്ട് ആരുടെ ഇഷ്ടപ്പാനാണ് ഇത്? ഷീൽ ടീച്ചറിന്റെ ആണോ? വേണുഗോപാൽ സാറിന്റെ ആണോ? ഓക്കെ സർ, പ്ലീസ് സർ. കേൾക്കുന്നുണ്ട്. സൗണ്ട് കുറവാണല്ലോ, മൈക്ക് അടുത്ത് പിടിക്കണേ, സൗണ്ട് കുറവാ. ഹലോ, ക്ലിയർ ആയോ? ഇപ്പൊ കേൾക്കാം, പഠിക്കോ സാർ. ക്ലിയർ ആണ് സർ. ഇങ്ങനെയുള്ള ഒരു അവസരം തന്നതിന് സാബു സാറിനോട് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഈ വയലാർ രാമവർമ്മയും ദേവരാജ മാഷും യേശുദാസും കൂടി ഒന്നിച്ചാൽ മഹാ അത്ഭുതത്തെ സൃഷ്ടിക്കാൻ പറ്റുന്നതാണ്. വോളിയം കുറഞ്ഞു. ഹലോ, വയലാർ രാമവർമ്മയും ജി ദേവരാജ മാസ്റ്ററും കെ ജി യേശുദാസും ഒന്നിച്ചാൽ അത്ഭുതം തന്നെ സൃഷ്ടിക്കാമെന്നാണ് ആസ്വാദകർ പറയുന്നത്. കാരണം മനുഷ്യരെ പറ്റി ഉള്ള ഗായകർ, സാധാ പച്ച മനുഷ്യന്റെ സുഖവും ദുഃഖവും മനസ്സിലാക്കിക്കൊണ്ട് അത് ഒപ്പിയെടുത്തിട്ടുള്ള ഗാനങ്ങൾ, അതാണ് നമ്മൾ വയലാർ രാമവർമ്മയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേവരാജ മാസ്റ്റർ അനുഗ്രഹീതനായ ഒരു സംഗീത സംവിധായകനാണ്, സംശയമില്ല. പിന്നെ യേശുദാസിനെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യം, അദ്ദേഹം ഗാനഗന്ധർവൻ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗാനങ്ങളും ആസ്വദിക്കാനുള്ള ഒരു കഴിവ് മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും ഈ ഗാനം ഒന്ന് ആലപിക്കാൻ വേണ്ടി ഒരു ചെറിയ ശ്രമം ഞാൻ നടത്തി നോക്കാം. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാര മലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഒഴുകുമി വെണ്ണിലാ പാലരുവി, ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ,
ഒരു ഒഴുകുമീ വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ ഉണരുമി സർപ്പലതാസനം ഒരു നിമിഷം കൊണ്ടൊരു മധുരയാക്കൂ ഉണരുമി സർപ്പലതാസനം ഒരു നിമിഷം കൊണ്ടൊരു മധുരയാക്കൂ മാരോത്സവങ്ങളിൽ ചുണ്ടോടടുക്കുമൊരു മായ മുരളിയാക്കൂ എന്നെ നിൻ മായ മുരളിയാക്കൂ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. 100ാമത്തെ എപ്പിസോഡിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഗാനവുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത ഗാനം പൂവിളി പൂവിളി പൊന്നോണമായി ഈ പാട്ടാണ്. ഇത് ഞാൻ എൻ്റെ ഇഷ്ടഗാനമായിട്ട് കൊടുത്തതാണ്. പക്ഷെ ഇത് പാടാൻ എനിക്ക് അത്ര അറിയില്ല. എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഞാൻ ശ്രമിച്ചു നോക്കാം. അതുപോലെ 1977 പുറത്തിറങ്ങിയ വിഷുക്കണി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഇതിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറാണ്. മ്യൂസിക് കൊടുത്തിരിക്കുന്നത് സലീൽ ചൗധരി സാറാണ്. ദാസേട്ടൻ പാടിയ ഈ പാട്ടാണ്. നമ്മൾക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴെല്ലാം ഒരു ചിങ്ങമാസത്തിൽ വരുന്ന ഒരു തിരുവോണനാളല്ല, എപ്പോഴും ഈ പാട്ട് കേട്ടാലും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഈ പൂക്കൾ വിരിയാറുണ്ട്. ഈ ഓണവും അതുപോലെ തന്നെ ആ ഓണത്തിന്റെ അവസരങ്ങളും എല്ലാം ആ ഒരു ഈ ഒരു പാട്ടില് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പാട്ട് ടീച്ചർ എന്നെ ഹെൽപ്പ് ചെയ്യണം. നമുക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പാട്ട് പാടാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു. 1 2 3 സ്റ്റാർട്ട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിതായി മാറ്റും നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാടും പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്ന് അത്തം ചിത്തിരച്ചോതി ഇന്നേ കൊയ്യാം നാളെ അത്തം
ചോദി പൊന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ വരൂ പൊന്നോലത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ വാങ്ങാൻ പൂവിളി ഓണമായി നീ വരൂ പൊന്നോണത്തുമ്പി മാരിവിൻ മാല മലത്തുമ്പത്തിൽ മണ്ണിൻ സ്വപ്ന പൂമാലയിൽ പമ്പാതീരത്തിൽ മാരിവിമാല മനപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്നം പൂമാലയി പമ്പാതീരത്തിൽ തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി കളം പാടിടും പൂമുറ്റം മുറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി. മണ്ണിൽ സ്വപ്ന പൂമാലയായി നീ പമ്പാതീരത്തിൽ മണ്ണിൻ സ്വപ്ന മണ്ണിൽ പൂമാലയി സ്വപ്നം പൂമാലയി പമ്പാതീരത്തിൽ തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി പൂക്കളം പാടിടും പൂമുറ്റം തോറും ഇങ്ങനെയാണ്. പൂക്കളം പാടിടും പൂമുറ്റം നീ വരൂ പൊന്നോണത്തുമ്പി. ഓക്കെ, കൊള്ളാം. താങ്ക് യു ശ്രീകുമാരി മാം, താങ്ക് യു ഷീല ടീച്ചർ. എല്ലാരും കൂടെ എവരിബഡി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് സോങ്. താങ്ക് യു. ഇത് കേട്ടിരുന്ന ഓഡിയൻസിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പക്ഷെ നല്ല വിഷയം, നല്ലൊരു കുഴപ്പമില്ല, selection നല്ല ആണ്. പാട്ട് സെലക്ഷൻ ആയിരുന്നു, നല്ല പാട്ട് സെലക്ഷൻ ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. മാം ഞാൻ റെഡിയാണ് കേട്ടോ. റെഡിയാണ്. മാം അല്ല, നെറ്റ് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് ഓൺ ചെയ്യണില്ല കേട്ടോ, ഈ കാണാനുള്ള വിഷ്വല്. വീഡിയോ ഞാൻ ഏതാണ് ആയിരം കണ്ണുമായി വീഡിയോ ഓൺ ചെയ്യണില്ല. ബീനുമാമിന്റെ പാട്ട് വന്നിട്ടുണ്ട്. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഓടിക്കളിക്കുന്ന ഒരു വരികളാണിത്. എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ വരികൾ, ഇതിന്റെ മനോഹാരിത മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്നുള്ള ഈ ഒരു മനോഹരമായ ചിത്രത്തിലെ ഗാനം ഇഷ്ടപ്പെട്ട ഗാനമായിട്ട് തിരഞ്ഞെടുത്തത് ബീനുമാമാണ്. ബീനുമാമിനെ ക്ഷണിക്കുന്നു. നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന സിനിമയില് ബിച്ചു തിരുമല എഴുതിയ ഗാനമാണ് ഞാൻ പാടാൻ ശ്രമിക്കുന്നത്. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ. പൈങ്കിളി മലർത്തേൻ കിളി, വന്നോ നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. വന്നോ നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ.
ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. തെന്നലും മകളേകിയോ കുഞ്ഞു തുമ്പി തമ്പുരു മീട്ടിയോ. ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ. പൈങ്കിളി മലർത്തേൻ കിളി എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ. എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി. പൈങ്കിളി മലർത്തേൻ കിളി. താങ്ക് യു all. താങ്ക് യു ബീനമ്മ. താങ്ക് യു. അടുത്ത ഗാനം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ you. എന്ന് ഞാൻ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. നമുക്ക് ഈ പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പാട്ട് നമ്മൾ വിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അനുരാഗ ഗാനം പോലെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം ഇഷ്ടഗാനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷീല ടീച്ചറാണ്. ഷീല ടീച്ചർ ഏറ്റവും മനോഹരമായിട്ട് ഈ പാട്ട് പാടുകയും ചെയ്യും. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് ഞങ്ങൾ ഇടയ്ക്ക് ഇത് പാടാറുണ്ട്, പാടി കേൾക്കാറുണ്ട്. ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തില് ജയചന്ദ്രൻ സാറിന്റെ പക്ഷെ ഒരു സെക്കൻഡ്, ഷാബു സാറിന് ധൃതി ഉണ്ടോ പോകാൻ? എന്നാ സാറിന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ. സാർ ഉണ്ടോ? ഷാബു സാർ ഉണ്ടോ? ഉണ്ട്. സോറി കേട്ടോ സാറ്, സാറിന്റെ പാട്ട് സ്കിപ്പ് ചെയ്തതിൽ വിഷമം ഉണ്ടോ? ഞാൻ ഇതിലേക്ക് വരാം പ്ലീസ് സാർ. സാറിന് എല്ലാരും അരികിൽ ഉണ്ടാവണം നിർബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞതാ. ടീച്ചറിന്റെ ഗാനങ്ങളിൽ സോറി ടീച്ചറിന്റെ ഗാനത്തിലേക്ക് തന്നെ പോകാം. MS ബാബുരാജ് സാറിന്റെ മ്യൂസിക്കാണ് ഇതില്. യൂസഫ് അലി സാറിന്റെ വരികൾക്ക് മനോഹരമായി ശബ്ദം നൽകിയിരിക്കുന്ന ജയചന്ദ്രൻ സാറാണ്. ഉദ്യോഗസ്ഥ എന്ന ഈ ചിത്രത്തിലെ ഗാനം ടീച്ചറിന്റെ ഇഷ്ടഗാനാണ്. ടീച്ചർ ഞങ്ങൾക്കായിട്ട് ഈ ഗാനം പാടാനായിട്ട് ക്ഷണിക്കുന്നു പ്ലീസ്. താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഫ്ലോറിൽ എല്ലാവരും അന്യോന്യം. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം ഈ പാട്ട് പാടാൻ. ഇതുവരെ പാടിയ എല്ലാവരുടെ പാട്ടുകളും നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. കാരണം അവരവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളായതുകൊണ്ടേ നന്നായിരുന്നു. അപ്പൊ ഈ പാട്ട് 1967 ഉദ്യോഗസ്ഥ എന്ന ഫിലിമിലേതാണ്. ജയചന്ദ്രൻ സാറാണ് പാടിയിരിക്കുന്നത്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നന്നാക്കാൻ നോക്കും, ശ്രദ്ധിക്കും. ഓക്കെ. അനുരാഗഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ. അനുരാഗഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ. മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ. മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ. മഴവിൽ നിന്നാട്ടിൽ കന്യകൾ ചോടുന്ന മഴവിൽ നിന്നാട്ടിലെ കന്യകൾ ചോടുന്ന മരതക മാണിക്യ മണിയാണോ. അനുരാഗഗാനം പോലെ അഴകിന്റെ അല പോലെ
ആരു നീ ആരു നീ ദേവതേ. പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ? പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ? മഴകോലും കണ്ണകൾ ചവിട്ട അനി പോലും ഈശ്വരൻ അഴകിന്റെ പാലാഴി കടഞ്ഞു കടഞ്ഞെടുത്തോരമൃതാണോ? അനുരാഗ ഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ആരു നീ ദേവതേ. താങ്ക് യു. താങ്ക് യു ടീച്ചർ. ഓർക്കുന്നുണ്ടോ ഈ ഒരു പാട്ട് കേട്ടപ്പോ എനിക്ക് മനോജ് കുമാർ സാറിനെ ഓർമ്മ വന്നു. സാറിനെ ഫ്ലോറിൽ മിസ് ചെയ്യുന്നുണ്ട്. അന്നൊരിക്കലും നമ്മളൊരു പ്രോഗ്രാം നമ്മൾ ഒരുമിച്ച് ചെയ്തപ്പോ സാർ ലാസ്റ്റ് ഒരു ട്രിബ്യൂട്ട് പോലെ ഈ ഒരു പാട്ട് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് പ്ലേ ചെയ്തിരുന്നു. അപ്പോ ഈ ഒരു മനോഹര ഗാനം സാറിന് വേണ്ടിയിട്ടും കൂടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സാബു സാറിന്റെ സാറിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. സാറിന്റെ മദറിൻലോയുടെ ഫ്യൂണറൽ നാളെയാണ്. അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ് സാർ ഇപ്പോ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ സാറിനെ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു പ്രാർത്ഥനയും അതുപോലെ തന്നെ അനുശോചനവും സാറിനെ അറിയിക്കാനായിട്ട്, സാറിനെയും കുടുംബാംഗങ്ങളെ അറിയിക്കാനായിട്ടും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ടീച്ചർ നല്ല മനോഹരമായിട്ടാണ് ഈ പാട്ടുകൾ പാടിയത്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ടീച്ചർ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരുമിച്ച് കൂടിയാല് ഞങ്ങള് തീർച്ചയായിട്ടും ഈ പാട്ടുകൾക്കായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുക. യാത്ര പോവുകയാണേലും, ട്രെയിനിലൊക്കെ യാത്ര പോവുകയാണേലും ഞങ്ങൾ ചിലപ്പോൾ കയറുമ്പോൾ മുതൽ ഇറങ്ങുന്ന സമയം വരേക്കും അവിടെ ഇരുന്ന് ഈ പാട്ടുകൾ പാടാറുണ്ട്. കൂടെ ഇരിക്കുന്നവരെല്ലാം അതിൽ ജോയിൻ ചെയ്യാറുണ്ട്, അതിൽ കൂടുതൽ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കമ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും വളരെയധികം സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടായിരിക്കും ഇറങ്ങി പോകാനായിട്ട് കഴിയുക. അതൊക്കെ ഞാൻ ഇപ്പൊ ഓർക്കുകയാണ്. ടീച്ചർ വളരെ നന്നായിട്ട് ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിലും വളരെ നന്നായിട്ട് ഒരു സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷം അണിയിച്ചൊരുക്കാനായിട്ട് ടീച്ചറിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ടീച്ചറിന് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. ഇനിയിപ്പോ നമുക്ക് ഷാബു സാറിനെ വിളിച്ചാലോ? ഇനിയുണ്ടല്ലോ ഇഷ്ടപ്പെട്ട ഗാനങ്ങളുണ്ടല്ലോ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഷാബു സാർ തന്നെ ഈ പാട്ട് പാടണം. അതുപോലെ തന്നെ ജോസഫ് ജോൺ സാറിന്റെ ഒന്നും ഇഷ്ടഗാനം വന്നിട്ടില്ല അല്ലെ? ഇനിയും ഇഷ്ടഗാനങ്ങൾ പറയാനുണ്ടല്ലോ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവതരിപ്പിച്ചല്ലോ. കഴിഞ്ഞ പ്രാവശ്യം മൂന്നെണ്ണേ വന്നോളൂ, 3 പാട്ടേ പാടിയോളൂ അതിന്. നമുക്ക് പാടാം. ഈ 100 എപ്പിസോഡിൽ സാറിന്റെ ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും, അല്ല സാറിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അപ്പൊ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന പാട്ട് ഷാബു സാറിനെ പാടാനായിട്ട് ക്ഷണിക്കുക അല്ലേ ടീച്ചറെ? പാട്ട് കേൾക്കാനായിട്ട്, സാറിന്റെ പാട്ട് കേൾക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു സെഷന്റെ നാഥൻ എന്ന് പറയുന്നത് ഷാബു സാർ തന്നെയാണ്. ഞങ്ങൾക്ക് ജോയിൻ ചെയ്ത സമയത്ത് സാറാണ് ഈ സെഷൻ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വരികൾ എഴുതുന്നത് അതിന്റെ പശ്ചാത്തലം മുതല്. അപ്പൊ ഏതോ ഒരു ലാസ്റ്റ് ടൈമിൽ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ സാർ അതിന്റെ ഒരു ലോങ് ഷോട്ട് എടുക്കുന്ന കാര്യം വരെ പറഞ്ഞു. അത്രയും മനോഹരമായിട്ടാണ് സാറ് ഓരോ കാര്യങ്ങളും അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് ഇവിടെ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇൻഫർമേറ്റീവ് കൂടിയാണ് അതെല്ലാം. സാറിനെയും പ്രത്യേകം നന്ദി പറയുന്നു. ഹൃദയപൂർവ്വം ഈ പാട്ട് പാടുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു ടീച്ചർ. എല്ലാവർക്കും എന്താ പറയാ, ആദ്യം തന്നെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു നന്ദി. ഞാൻ ഓഡിയബിൾ ആണോ? അതെ സർ, ഓഡിബിൾ ആണ്, വിസിബിൾ ആണ്. എല്ലാവർക്കും ഒരു സല്യൂട്ട്, ഒരു നന്ദി, ഹൃദയത്തിൽ നിന്ന് ഒരു വലിയൊരു നന്ദി. ആദ്യം സാബു സാറിന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. കാരണം ഒരുപാട് ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചതാണെങ്കിൽ കൂടെയും പല മേഖലകളിലുള്ള ക്ലാസ്സുകളാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിൽ.
സൈക്കോളജി ആയാലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലുള്ള ക്ലാസ്സുകളും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ സംഗീതം എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ആഡ് ചെയ്തതിനുള്ളൊരു ട്രിബ്യൂട്ടാണ് നമ്മൾ വാസ്തവം പറഞ്ഞ് ഇന്ന് കൊടുത്തത് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും ഒരു സംഗീതം വരില്ല. സംഗീതം ഒരു വേറിട്ടൊരു അതെ. കാര്യമാണ്. ഒരു കാര്യം അതിന് തനിയെ ആയിട്ടുള്ള ആൾക്കാരുകളൊക്കെ ഉണ്ട്. ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ ഈ സംഗീതം കൂടി ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം അത് വലിയൊരു ചിന്തയുടെ ഫലമായിട്ടാണ് അങ്ങനെ എനിക്ക് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയൊരു നന്ദി പറയുന്നത്. നന്ദിയല്ല, ഹൃദയത്തിൽ എപ്പോഴും അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സാറ് എപ്പിസോഡ് സാറ് സഹൃദയനാണല്ലേ സാറേ? ഒരു സഹൃദയനാണ് സാറ്, അതുകൊണ്ടാണ് പാട്ടുകൂടി. അതെ, എല്ലാവരും ഉൾക്കൊള്ളുവാനായിട്ടുള്ള വലിയൊരു മനസ്സുണ്ട്. അതാണ് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരെയും ഒടുങ്ങി കൊണ്ടുപോയി ഒരു കൊട്ടയിൽ നിർത്തി അവരുടെയൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ള ഒരു വലിയ മനസ്സിനുടമയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അപ്പൊ ഈ അവസരത്തിൽ അദ്ദേഹം ഇല്ല, നമ്മളുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ആദരവ് നമ്മൾ നൽകുകയാണ്. അതുപോലെ തന്നെ ജോസഫ് ജോൺ സാറ് വളരെ വളരെ ഫലവത്ത ഇത്ര മനോഹരമായിട്ടാണ് ഇത്ര എപ്പിസോഡ് കൊണ്ടുപോകാനായിട്ട് അതിന്റെ നെടുന്തൂണായി നിന്നത് ജോസഫ് ജോൺ സാർ തന്നെയാണ്. മ്യൂസിക് തെറാപ്പി എന്നുള്ളതിൽ പാട്ടുകൾക്ക് അപ്പുറത്തും പാട്ടുകളുടെ പുറകിലും മനുഷ്യ മനസ്സിനെയൊക്കെ പാട്ടുകളെ എങ്ങനെ ബാധിക്കുന്നു, അത് നമ്മുടെ പ്രതികരണങ്ങളിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എങ്ങനെ ഒരു മനസ്സിനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അതിന്റെ സയൻസ് പറഞ്ഞു സാറും അതുപോലെ തന്നെ മനോഹരമായി പാട്ടുകൾ മനോഹരമായി അവസാനം വോയിസ് ബ്രേക്ക് ആയിരുന്നു, ഇപ്പൊ ശരിയായി. അതെ, ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വളരെ മികച്ചത ഓരോ എപ്പിസോഡും വളരെ മികച്ചതാക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാനും ഒരു സാഹചര്യത്തിനും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന സാബു സാറിനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഷീല ടീച്ചർ പാടിയ അനുരാഗ ഗാനം പോലെ എന്നുള്ളത് എനിക്ക് പ്രിയപ്പെട്ട ഗാനമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് ജയേട്ടൻ. അദ്ദേഹത്തിന്റെ വേർപാട് ഇപ്പോഴും മറക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. 6 പതിറ്റാണ്ടോളം മലയാളികളുടെ സംഗീത ആസ്വാദനത്തെ മഞ്ഞളിൽ മുന്നിട്ടോർപ്പിച്ച ആ സാറേ, സ്വരഭംഗിയെ ആരുടെയെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടോന്നൊന്ന് നോക്കാം. ഞാൻ ഓഡിയബിൾ അല്ലേ? ഞാൻ ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണ്. ഓമന ടീച്ചറിന്റെ മ്യൂട്ട് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓമന ഓമന ഒന്ന് മൈക്ക് ഓഫ് ചെയ്യോ? ഉഷാമാമിനെ അത് ഓഫ് ചെയ്യാം. ഉഷാമാമൻ മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, ഞാനത് ശ്രമിക്കുന്നുണ്ടായിരുന്നു സാറേ, ഞാൻ നോക്കുന്നുണ്ട്. ആ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അല്ലല്ലോ, യെസ് യെസ് തുടങ്ങാമോ? യെസ് സർ. തുടങ്ങാം. ഷീല ടീച്ചർക്ക് ഒരു പ്രത്യേക നന്ദിയുണ്ട്. കാരണം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു ഗാനമാണ്. ഗായകനും അതുപോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 പതിറ്റാണ്ടോളം മലയാള സംഗീത ആസ്വാദനത്തെ മഞ്ഞളയിൽ മുങ്ങിത്തോർച്ച സ്വരഭംഗിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പൊതുവേദിയിൽ ഒരു പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. അത് ജയേട്ടന്റെ അദ്ദേഹത്തിന് ആദരവ് അർപ്പിച്ചുകൊണ്ട്. അപ്പൊ അതിന്റെ പേരായിരുന്നു അനുരാഗ ഗാനം പോലെ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആ പരിപാടിയുടെ പേരായിരുന്നു അനുരാഗ ഗാനം പോലെ. അപ്പൊ ആ ഗാനം വീണ്ടും കേൾക്കാനായതിലും ഒരുപാട് സന്തോഷമുണ്ട്. ശരി രചിച്ച് ബാബുക്ക ഈണം പകർന്ന മനോഹരമായിട്ടുള്ള ഒരു ഗാനം, ഗാനം പോലെ. അപ്പൊ എനിക്ക് പാടുന്നതിനൊക്കെ കേൾക്കാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. പാടുവാൻ എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ ഇഷ്ടഗാനം പാടാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ഞാൻ പാടുകയാണ്. അതിലുപരി എനിക്ക് മറ്റുള്ളവരുടെ ഗാനം കേൾക്കാനാണ് ഇഷ്ടം, അത് ആസ്വദിക്കാനാണ് ഇഷ്ടം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ മധുര ഗാനങ്ങൾ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ എന്റെയും കൂടി പ്രിയ ഗാനങ്ങളാണെന്ന് പറയാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. ഒരു ഗാനവും മാറ്റി നിർത്താൻ പറ്റിയില്ല. പക്ഷെ ടീച്ചർ പറഞ്ഞ പൂവിളി, അതുപോലെ തന്നെ ഇന്ദ്രവല്ലരി പൂച്ചൂടി, അതുപോലെ തന്നെ ഇളയരാജയുടെ ഒരു മനോഹരമായിട്ടുള്ള പൊൻപൂവേ ഞാനിതിൽ കണ്ടതാണ്, കേൾക്കുവാൻ എനിക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. ഇതൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഗാനങ്ങൾ തന്നെയാണ്. ഒരിക്കലും നമുക്കൊന്നും കളയാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് ഗാനങ്ങളിൽ ഒരു ഗാനം എന്നുള്ള രീതിയിലാണ് ഇഷ്ടപ്പെട്ട ഗാനം ഇവിടെ പറയുന്നത്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ
നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായിട്ടുള്ള മുഹൂർത്തത്തിൽ നമ്മളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നില്ല എങ്കിൽ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് അരികിൽ നീ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളൊരു നഷ്ടബോധമാണ് അവിടെ ആ വരികളിൽ കൂടി ONV മനോഹരമായിട്ട് എഴുതി ചേർത്തിരിക്കുന്നു. ONVയുടെ വരികളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ONVയുടെ ഒരു എപ്പിസോഡ് തന്നെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ദേവരാജ മാഷും ONVയും കൂടി ഒരുപാട് നാളത്തെ ഒരു പിണക്കത്തിന് ശേഷമാണ് നീ ഇത്ര ധന്യ എന്നുള്ള ചിത്രത്തില് ജെയ്സി, അതിന്റെ സംവിധായകനാണ് ജെയ്സിയാണ് ഇവർ ഒരുമിക്കാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചത്. കാരണം അത്രയും വലിയ ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളല്ല അവര്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അവരുടെ ആ പിണക്കം മൂലം മലയാളത്തിൽ ഒരുപാട് മലയാള മധുര ഗാനങ്ങളാണ് നഷ്ടപ്പെട്ടത് ആ കാലയളവില്. അപ്പൊ അത് എല്ലാവർക്കും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അവരുടെ ആ ഒരു പിണക്കം എന്നുള്ളത്. അതിനുശേഷം ആ പിണക്കത്തിലേക്ക് വന്ന് അവര് ഒരുമിച്ച ആദ്യത്തെ ഒരു ഗാനമായിരുന്നു. എത്ര മധുരമായിരുന്നു ഗാനം എന്നുള്ളത്. ONVയോ അല്ലെങ്കിൽ ദേവരാജ മാഷോ ആരാണ് അതിന് മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാനം, അല്ലെ? രാത്രി മഴ പെയ്ത് തോർന്ന നേരം, കുളിർക്കാറ്റിലില ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീൻ തുള്ളിതൻ സംഗീതം വൃത്തന്തികളിൽ പടർന്ന നേരം. കാതരയായ ഒരു പക്ഷി നമ്മുടെ ജനലയിൽ വന്നിരുന്ന് കാതരമായിട്ട് ശബ്ദിക്കുമ്പോൾ നമ്മുടെ പ്രിയ സഖി, നമ്മുടെ പ്രിയതമ നമ്മളോട് കൂടെ ഇല്ല എന്നുള്ളൊരു ആണ് അവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഒരുമിച്ച് മുറ്റത്ത് നട്ട ഒരു ചെമ്പകപ്പൂവിൽ ആദ്യമായിട്ട് ഒരു മൊട്ട് വിരിഞ്ഞപ്പോ അത് ആസ്വദിക്കാനായിട്ട് നീ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി ചേർത്ത് നിൽക്കുന്ന ഈ പാട്ട് കൊണ്ട് ഒരുപാട് ഡിവോഴ്സുകളൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഡിവോഴ്സ് ആയ ദമ്പതികളൊക്കെ ഈ പാട്ട് കാരണം ഒരുമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ONV അദ്ദേഹത്തിന്റെ ആത്മകഥയിലൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ സ്വാധീനിച്ചൊരു പാട്ടാണ് കേട്ടോ. എന്തായാലും നമുക്കൊന്ന് മൂളി നോക്കാം. എന്റെ തൊണ്ട ശരിയല്ല, കുറച്ച് നാളായിട്ട് തൊണ്ട അടപ്പാണ്, മൂക്കടപ്പാണ്. സൗണ്ട് കേട്ടാൽ അറിയാം, ഒരു നാപ്പൽ സൗണ്ട് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അറിയാം. അപ്പൊ എന്നിരുന്നാലും രണ്ടുപേരും പാടാതിരിക്കാൻ കഴിയില്ല. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്ത് തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലില ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൽ ചാര നേരം, വാതിലിൽ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്ത് ഞാൻ നട്ട
ചെമ്പകപ്പൂ തൈയിലെ ആദ്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കേ ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളിൽ ചിറകടിക്കേ ഗീതികളിൽ ചിറകടിക്കേ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു താങ്ക് യു സർ. സർ. സാറിന്റെ ഈ നന്നായിട്ടുണ്ട് സാറേ. പാട്ട് എന്നെ ഒന്ന് ഒരു മിനിറ്റ് സാറേ, പാട്ട് എന്നെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുപോയി സാറേ. 2012 മോളിപ്പം ഈ പ്ലാറ്റ്ഫോമിലുണ്ട്, റോഷ്നി. അവള് ഇരട്ട കുട്ടികളെ പ്രസവിച്ചു, 2 ആൺകുട്ടികളെ. അപ്പൊ ഞാൻ സർവീസിലുണ്ടാകുമ്പോ 89 ദിവസം ലീവ് എടുത്ത് പോയി. 6 മാസമാണ് എനിക്കും ഹസ്ബൻഡിന് ലീവ്. അവിടെ എത്തിയിട്ട് 89 ദിവസം ഹസ്ബൻഡിനെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എയർപോർട്ടില് മോളെ ഭർത്താവ്, ഹസ്ബൻഡ്, ഈ പേരക്കുട്ടികള് 3 മാസമുള്ള അവരിങ്ങനെ വിട്ടിട്ട് വരുമ്പോ ഞാൻ അവരെ തിരിഞ്ഞു നോക്കാതെ ഞാൻ ഇങ്ങനെ വരികയാണ് സാറേ. അവിടെ എത്തിയിട്ട് ദുബായിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടാകുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല അവരെ വിട്ടു കണ്ടിട്ട്. ഞാൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഹെഡ്ഫോൺ എടുത്തിട്ട് പാട്ട് കേൾക്കുന്നതും അരികിൽ അന്നേരം തന്നെ ഊരി ഹെഡ്ഫോൺ ഓടിയിട്ട് പിന്നെ അവിടുന്ന് കരയാൻ തുടങ്ങി. അപ്പൊ സാറ് ആ ഓർമ്മയിലേക്ക് എന്നെ കൊണ്ടുപോയി. പാടുകയും ചെയ്യണം. ഓർമ്മയിലേക്ക് പോയതുപോലെ തന്നെ മാം ഈ പാട്ടൊന്ന് പാടുകയും ചെയ്യണം പ്ലീസ്. ഷാബു സാറ് നന്നായിട്ട് അതിന്റെ എല്ലാ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്നത് കൊണ്ട് നല്ല ഇതുണ്ട്. അതുപോലെ രമാതിമാവും പാടാൻ നല്ല കഴിവുള്ള ആളല്ലേ, പാടാം. ഷാബു സാറിനെ തന്നെ പറയും. ഷാബു സാറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടെന്ന് പറഞ്ഞ സാറ് അതൊരു ഒരു ഒരു എപ്പിസോഡ് മുഴുവനും ആ പാട്ടിനെ കുറിച്ച് പറയാനുണ്ടാവും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതെങ്ങനെയാണ് സംഭവിച്ചത്, പിന്നെ അതില് ഉൾപ്പെട്ടിരിക്കുന്ന, അതുപോലെ തന്നെ അത് എഴുതിയിരിക്കുന്ന ആള്, അവരെ കുറിച്ചൊക്കെയുള്ള ഒരു നല്ല വിവരണത്തോടു കൂടിയാണ് സാർ അത് പാട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ അതൊരു വലിയ നല്ലൊരു അനുഭവമാണ് അത്. നമുക്ക് അറിയില്ലാത്ത ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാർ ഇവിടെ പറയാറുണ്ട്. അതുപോലെ ONV കുറുപ്പ് സാറ് നമുക്കറിയാം, മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിയാണ്. അദ്ദേഹത്തിന് നമുക്ക് ഈ സമയത്ത് ഓർക്കാം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ ഈ പാട്ട് സമർപ്പിക്കാം. മലയാളം ഉള്ള കാലത്തോളം, സംഗീതമുള്ള കാലത്തോളം ഇതിന് ജീവനുണ്ടാകും അദ്ദേഹത്തിന്റെ അക്ഷരങ്ങൾക്ക്. തീർച്ചയായിട്ടും ഈ പാട്ട് ഇവിടെ പാടാൻ കഴിഞ്ഞതിൽ നമ്മളും ധന്യരായി എന്ന് പറയാം. നീ എത്ര ധന്യ എന്ന ഈ ഒരു ചിത്രത്തിലെ ഈ ഗാനം നമ്മളെ ഓരോരുത്തരെയും ധന്യരാക്കി എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഷാബു സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സർ. അതുപോലെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാ ഉള്ളത്. ഈ പാട്ട് 4 വരി എന്റെ ഫ്രണ്ടിനെ കൊണ്ട് പാടിച്ചോട്ടെ പ്ലീസ്. തീർച്ചയായിട്ടും പാടിക്കണം ടീച്ചർ. രമാവതിമ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പാടിച്ചിട്ടേ പാടണം, പാടിയേ പറ്റൂ. നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം
കാറ്റിലുലച്ചാത്തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും തുള്ളിതൻ സംഗീതം തന്ത്രികളിൽ പടർന്ന നേരം കാതരയാമൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നിലച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ എക്സൈറ്റഡ് ആയി, എനിക്ക് പാടാൻ പറ്റുന്നില്ല. നന്നായി, വളരെ സന്തോഷം. ഒത്തിരി നന്നായി, നല്ലായിട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് പരിചയപ്പെടുകയും ചെയ്യണം. പേര്, വീട്, നാട് ഇതൊക്കെ പറയോ? പേര് പുഷ്പവല്ലി. പുഷ്പവല്ലി. ഞാൻ നീലേശ്വരത്താണ്, രമയുടെ വീടിന്റെ അടുത്ത് തന്നെ. പക്ഷെ ഇപ്പൊ മകള് പാലക്കാടുള്ളത്, അവിടെയാ ഉള്ളത്. മകള് ഡോക്ടർ സജിനി അവിനാഷ് ലിംഗം യൂണിവേഴ്സിറ്റിയിലെ HOD ആണ് സംഗീതത്തിന്റെ, കോയമ്പത്തൂര്. ഏത് യൂണിവേഴ്സിറ്റി? അല്ല, ഞാൻ വാട്ടർ അതോറിറ്റിന്ന് റിട്ടയർ ചെയ്തതാണ്. വാട്ടർ അതോറിറ്റിന്ന് ഗസ്റ്റ് പോസ്റ്റിൽ റിട്ടയർ ചെയ്ത ആളാണ്. ഷാബു സാറ്, നമുക്ക് പ്ലാറ്റ്ഫോം അടച്ചിട്ട് പോകാം. എന്നാ ഞങ്ങളൊക്കെ ലീവ് ചെയ്തോട്ടെ. സന്തോഷമുണ്ട്. രമാർദി മാമിന് ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു പാടിയത് ഒട്ടും ശരിയായില്ല. ഒരുപാട് ഇപ്പം ശ്രീകുമാരി മാമിന്റെ ഓഡിയോ ഞാനേ 4 പേര് ഞാൻ പാടിക്കോട്ടെ. ഓക്കെ. നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലിലച്ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൽ ചാരി ചിലച്ച നേരം, വാതിലിൻ ചാരി ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ, സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുക്തസങ്കൽപ്പം തലോടി നിൽക്കെ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു.
രാജസാർ ഏതെങ്കിലും പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട പാട്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല. എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പാട്ടായിരുന്നു സാറേ? അത് ഞാൻ നമ്മുടെ നീലക്കുയിലിലെ പാട്ട്, പഴയ പാട്ടാ, 1954. ഏത് വരികളൊന്ന് പറയാമോ സാറേ? അത് ഇതാണ്. അത് തമാശ, നമ്മുടെ തമാശ പാട്ട്, അല്പം തമാശയുള്ള പാട്ടായിക്കോട്ടെ വിചാരിച്ചു. നമുക്കറിയാമല്ലോ, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന പാട്ട്, കേരാഘവൻ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടാണോ അത്? സാറിന്റെ കയ്യിൽ അതിന്റെ വരികളുണ്ടോ? ഉണ്ട്. അത് പാടാമോ സാറേ? പാടാം. ഞാനതിന്റെ ഇതിന്റെ കറുക്കെ ഇട്ടിട്ട് പറഞ്ഞു. ഓക്കെ സാർ. കായലരികത്തു വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി, കണ്ണു കെട്ടിനു കുറിയെടുക്കും ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്തു വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി, കണ്ണു കെട്ടിനു കുറിയെടുക്കും ഒരു നറുക്കിനു ചേർക്കണേ. കണ്ണിലെറിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കായോ കെട്ടിയ പമ്പരം, ചേറിൽ നിന്നു പയർന്നു പൊങ്കി ഓറി നിന്നുടെ കയ്യിനാ നീ ചോറു വെച്ചതു തിന്നുവ കൊടിയുണ്ടെങ്കിൽ എന്റെ നെഞ്ചിലായി. അമ്പഴും നിന്റെ പുരിക കൊടിയുടെ കൊമ്പുകൊണ്ടു കൊരമ്പുകൾ ഇഞ്ഞൊരു നീലക്കുടയുടെ മുമ്പുപോലെ പോയി. കുടവുമായി പുറക്കടവിൽ വന്നെന്നെ കടവിലാക്കിയ പൈങ്കിളി, ഒടുവിൽ നീ എന്നെ സങ്കടപ്പു നടുവിലാക്കരുതിക്കളി. വേറെയാണ് വിചാരമെങ്കിലും നേരമായത് ചൊല്ലിനെ നടക്കുന്ന. കായലരികത്തു വലയെറിഞ്ഞപ്പോൾ വളകിലെത്തിയ സുന്ദരി, പെണ്ണുകെട്ടിയെടുക്കും ചേർക്കണേ. താങ്ക് യു മാഡം. 1954 ഇറങ്ങിയ 1954 വളരെ നന്നായിട്ടുണ്ട്. ഏത് ഫിലിമിൽ? നീലക്കുയിൽ എന്നുള്ള പാട്ട് ഞാൻ പറയട്ടെ. 1954 ഇറങ്ങിയ നീലക്കുയിൽ മലയാളത്തിൽ ആദ്യത്തെ ദേശീയ അംഗീകാരമാണ് കിട്ടി ആ സിനിമത്തിന്. ആ സിനിമയ്ക്ക് 2ാം സ്ഥാനം. അതായത് ആദ്യത്തെ ഗോൾഡ് മെഡൽ നമ്മുടെ ചെന്നൈയിലാണെങ്കിൽ ആദ്യത്തെ വെള്ളി മെഡൽ നേടിയതായിട്ടുള്ള, അതായത് ദേശീയ മെഡൽ, ദേശീയ ചലച്ചിത്ര ആദ്യത്തെ സിനിമയാണ്. രാമു കുര്യാട്ടും കൂടി ഒരുമിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ്. പി ഭാസ്കരൻ എഴുതിയ പാട്ട് പാടിയത് സംഗീത സംവിധായകനായ കെ രാഘവൻ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പഴയ പാട്ടായതുകൊണ്ട് ഒരുപക്ഷെ ചിലർക്കറിയില്ല അതിന്റെ ചരിത്രം. താങ്ക് യു രമേശ്. നന്നായിരുന്നു. സാറിന്റെ പാട്ടിന്റെ സെലക്ഷന് ഭയങ്കര നല്ലതായിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഒരു സദ്യയില് എല്ലാ രീതിയിലുള്ള വിഭവങ്ങൾ ഉള്ളതുപോലെ ഇതൊരു നല്ലൊരു സെലക്ഷൻ ആയിരുന്നു സാറിന്റെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സർ. ഇനി ബീനമ്മ എന്റെ പാട്ട് സ്വർഗകായികയായിരുന്നു. സ്വർഗകായികയായിരുന്നു. അതെല്ലേ സാർ? അതിന്റെ വരികളുണ്ടോ മാം? വരികളുണ്ട്. പഠിക്കണോ? ഷീൽ ടീച്ചർ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? തോന്നുന്നത് ടീച്ചറിന്റെ മൈക്ക് ഓൺ ആണെന്ന്. ഓക്കെ താങ്ക് യു.
രമാവതി മാം നമസ്കാരം. പഠിക്കണം. ഇന്ന് 100ാമത്തെ എപ്പിസോഡില് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് ഒരു പരിപാടിക്ക് വന്നിട്ട് ഞാനിവിടെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. സാബു സാറിനും അതുപോലെ തന്നെ ജോസഫ് ജോൺ സാറിനും മറ്റേ നമ്മുടെ ഇപ്പൊ ലെഫ്റ്റ് ആയോന്നറിയില്ല മറ്റേ സാബു സാറിനും ഉഷ മാമിനും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പം ഈ പാട്ട് മൂലധനം എന്നുള്ള പടത്തില് 1969 ഇറങ്ങിയ പടാണ്. സംഗീതം ദേവരാജ മാഷാണ്. അതുപോലെ ഗാനരചന ഭാസ്കരൻ സാറ്, പാടിയത് KG യേശുദാസ് സാറ്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പാടാം. അത്രക്കൊന്നും ആവൂല, കാരണം മെയിൽ വോയിസ് ആണ്. ഇതിലേ സ്വപ്നലോലുവേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ സ്വപ്നലോലുവേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ മൂടുപടം മാറ്റി മുഖം കുനിച്ചെത്തുന്ന നാടെന്നതുപോലെ മൂടുപടം നാടെന്നവധുവെന്നതുപോലെ നവമീ ചന്ദ്രിക നിന്നുടെ മുന്നിൽ നവനീതദലം വാരിത്തൂകി സ്വർഗായികേ ഇതിലേ സ്വപ്നലോലുവേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ കുഞ്ഞുമേഘങ്ങളെ മുല കൊടുത്തുറക്കിയ മഞ്ഞണിക്കുന്നുകൾ തോഴികളെ പോൽ കുഞ്ഞുമേഘങ്ങളെ മുല കൊടുത്തുറക്കിയ മഞ്ഞണിക്കുന്നുകൾ തോഴികളെ പോൽ മാമരയവരികയ്ക്കുള്ളിൽ നിന്നീ പ്രേമ സംഗമം നോക്കുകയാവാം സ്വർഗായികേ ഇതിലേ സ്വപ്നലോലുവേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ താങ്ക് യു മാഡം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായി പാടുന്നുണ്ട്. ഈ പാട്ട് അല്ലെ ഉഷേ, ഈ പാട്ട് ഒരുപാട് മറന്നിരുന്ന പാട്ടാണ് ടീച്ചറെ. വളരെ നല്ല പാട്ട് കേട്ടോ. നല്ല സെലക്ഷൻ അല്ലേ, നന്നായി പാടി. അത് കൊറേ നാളായി ഈ പാട്ട് കേട്ടിട്ട്. അല്ലേ രാജേട്ടാ? ഒന്ന് പറഞ്ഞോട്ടെ, അതായത് സത്യൻ മാഷിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നവരൊക്കെ ഈ പാട്ടാണ് കേൾക്കുന്നത്. ജെസ്സി മാഡം ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ. ജെസ്സി തോമസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താ ജെസ്സി മാം ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ജെസ്സി മാമിനെ ഞാൻ ഓലത്തുമ്പത്തിരുന്നു ഊഞ്ഞാലാടുന്നുള്ളത്. ഒന്ന് മാമാണ് ആദ്യം ഇട്ടത്. ഞാൻ ആദ്യമായിട്ടാണ്ട് ഇങ്ങനെ ഒരു രംഗത്തൊക്കെ വരണത്. ആണോ? വീഡിയോയിൽ വരാമോ?
പേടിയായിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടത്. മാം ആ പാട്ട് പാടാം. വരികളുണ്ടോ മാം? PPT എടുത്തിട്ടില്ല അതിന്റെ. അതെ, മാമിന് ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി, ആ പാട്ട്. വരികള് PPT-ല് അതില്ല. മാമിന്റെ ഫോണിൽ അത് എടുക്കാൻ പറ്റുമോ? ആ ആ ആ ഫോണിൽ എടുക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. തയ്യാറാക്കിയിട്ടില്ലല്ലോ, സോറി കേട്ടോ. എടുത്തു. എന്നാ മാം പഠിക്കോളൂ മാം, പ്ലീസ്. ആ. മാം. എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി ചോമനി ചെയ്യ, എന്റെ മാരിപ്പൊളങ്കിപ്പം രാജപ്പൂ മുത്തായി പോയിടി. ചൊല്ലിനാവേറരുതേ കണ്ടു കണ്ണേറരുതേ, വെള്ളദോഷം കളയാൻ മോള് പൊള്ളോൻ കുടമേ ഹൊയ്, ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി. കുരുന്നു ചുണ്ടിലോ വയമ്പു നാവിലോ നുറുങ്ങു കൊഞ്ചലിൽ നിറഞ്ഞൊരമ്മയും ബ്രഹ്മതൻ മനം കുളിർന്ന ഹാസവും. ഇമ്പത്തേരിൽ ഞാനീ മാനത്തുടങ്ങുന്നോടിക്കോട്ടെ, ഓലത്തത്തെ ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കം ചാടിക്കോട്ടെ, പൂങ്കവിൽ കിളുന്നിൽ ഞാൻ ചാന്തു കൊണ്ടു ചാർത്തിടാം, എന്നുണ്ണിക്കൻ ചെല്ലും കണ്ണും കൊണ്ടാപത്തുന്നേറ്റിടാതിടാൻ, ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തീപ്പിക്കുമ്പം പാടടി. അറിഞ്ഞ മുൻപനായി വളർന്നു കേമനായി ഒരു കടാക്ഷമായി വരൂ കുമാരക, അക്ഷരം നക്ഷത്ര ലക്ഷമായാൽ അച്ഛനേക്കാൾ നിമിടുക്കനായാൽ, നാളത്തെ നാടിന്റെ നാവു നീയേ മാനത്തോടമ്മയിൻ അമ്മയായി, ഏതു ദേശമാകിലും ഏതു വേഷമേകിലും അമ്മതൻ അമ്മഞ്ഞിപ്പാലിന്റെ മാധുരി കാത്തിടേണമേ, ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി. വെള്ളം കോരി കുളിപ്പിച്ചു കിന്നരിച്ചോമനി ചെയ്യ, എന്റെ മാരിപ്പളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി. ചൊല്ലി നാവേറരുതേ കണ്ടു കണ്ണേറരുതേ, പിള്ളദോഷം കളയാൻ മുളുപുള്ളോൻ കുടമേ ഹൊയ്, ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇത് നല്ലൊരു സെലക്ഷൻ ആയിരുന്നു പാട്ടിന്റെ. പിന്നെ ആദ്യം പാടിയ പാട്ടും ഇത് തന്നെയായിരുന്നല്ലേ? ഈ പടത്തിലെ ഈ ഒരു സിനിമയിലെ പാട്ടായിരുന്നു അല്ലെ? പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നുള്ള ആ ഫിലിമിലെ പാട്ടല്ലേ? എൻപൂവേ പൊൻപൂവേ എന്നുള്ള പാട്ടും ഫിലിമിലുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ അമ്മമാരും അതിനുശേഷം ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം കുട്ടികളെ കുളിപ്പിക്കുമ്പോഴും കളിപ്പിക്കുമ്പോഴും ഊണ് കൊടുക്കുമ്പോഴും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണിത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണെന്നറിയാം. ഇനി ഒരുപാട് പേര് പാടാനുണ്ട്. സ്നേഹലത മാം, അതുപോലെ ഓമന മാം ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കൊച്ചു സ്വപ്നത്തിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്. ഓമന മാം ഉണ്ടോ ഫ്ലോറില്? ഉണ്ടല്ലോ, കാണുന്നുണ്ട്. ഓമന മാം ഉണ്ട്. ഓമന ആരത്? സാർ, അതെ, ജോസഫ് സോൻ സാറെ, ഒരു ഓമന മാമ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. പ്ലാറ്റ്ഫോമിലുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നോക്കിയില്ല ലാസ്റ്റ്. ഗ്രൂപ്പില് ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഒരു കൊച്ചു സ്വപ്നം.
അതെ മാം, അൺമ്യൂട്ട് ചെയ്യാമോ? ഒരു 4 വരി പാടാമോ? ഇനിയും ഒരുപാട് പേര് പാടാനുണ്ട്. റോയ് സാർ പാടിയില്ല. ഓമന മാം കേൾക്കുന്നുണ്ടോ? ഓമന മാം എനിക്ക് ഓമന എനിക്ക് മാം, തോന്നുന്നു ഒരു അടുത്ത കൊച്ചു സ്വപ്നം എത്തും. ഒരു കൊച്ചു സ്വപ്നം പറഞ്ഞിരുന്നു ഓമന മാം. ഞാൻ ഒരു അതെ, കൊച്ചു നമ്മുടെ സ്വപ്നത്തില് പറഞ്ഞിരുന്നു. സ്നേഹലത മാം പാടാൻ വന്നിട്ടുണ്ട്. സ്നേഹലതും പാടിക്കോളും മാം. അല്ലേ ചാർജ് തീർന്നു പോരാ. പാടിക്കോ, സോറി. പാടിക്കോ. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പൊൻതൂവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു, മൗനം തഴുകി തഴുകി വിടർത്തിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. താങ്ക് യു സർ. താങ്ക് യു. ഉഷ മാം. താങ്ക് യു മാം. സർ താങ്ക് യു. ഇനി പാടാനുള്ളത് റോയ് സാർ പാടിയിട്ടില്ല. പിന്നെ നോക്കാമോ? റോയ് സാറിന് ഒരു പാട്ട് പാടാമോ? ജ്യോതികുമാർ സാർ, ജോസഫ് ജ്യോതികുമാർ സാർ പാടാനുണ്ട്. ജ്യോതികുമാർ സർ, സർ പ്ലീസ്. ഈ ജിയോ എന്ന് പറയുന്ന ആരുടെ നമ്പറാണ്? ജിയോ അതാരുടെയാണെന്നൊന്ന് പറയാമോ? എനിക്കത് അറിയില്ല. അപ്പൊ ജ്യോതികുമാർ സാർ പാടട്ടെ. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് റോയ് സാർ. ഹലോ സാർ. സർ ജ്യോതികുമാറാണ്. ഈ ഞാൻ കുറച്ച് പുറത്തു പോകേണ്ടി വന്നു, അതുകൊണ്ട് പറ്റിയതാ. പറയാം. ഏതാ പാടേണ്ടത്? ഇന്ദ്രവല്ലരിയാണോ? സാറിന് ഇഷ്ടമുള്ള പാട്ട്, സാറിന്റെ ഏതും പാടാവോ? ഇന്ന് ഇഷ്ടഗാനങ്ങളുടെ ദിവസമാണ്. ഇന്ന് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരി, ഒരു പാട്ടിലെ വരികളാണ് പാടുന്നത്. ശരി, എങ്കിൽ ഞാൻ എനിക്ക് എടുത്താ പൊങ്ങാത്തൊരു പാട്ട് പാടട്ടെ. ഓംകാരനാദാനുസന്ധാനമോ ഗാനമേ ശങ്കരാഭരണമോ ശങ്കരാഭരണമോ ശങ്കരകളനികളമോ ശ്രീഹരിപദകമലമോ ശങ്കരകളനികളമോ ശ്രീഹരിപദകമലമോ രാഗരത്ന മാലികാതരളമോ ശങ്കരാഭരണമോ ശങ്കരാഭരണമോ ശാരദവീണ ശാരദവീണ രാഗചന്ദ്രിക പുളകിത ശാരദരാത്രമോ നാരദ നീരദ മഹതിനിനാദ ഗമകിക ശ്രാവണഗീതമോ രസികുലകനുരാഗമയി രസഗംഗരോതാനമയി പല്ലവിഞ്ചു സാമവേദമന്ത്രമോ ശങ്കരാഭരണമോ ശങ്കരാഭരണമോ അദ്വൈത സിദ്ധിക്ക് അമരത്വലബ്ധിക്ക് ഗാനമേ സോപാനമോ സത്വസാധനകു സത്യശോധനകു സംഗീതമേ പ്രാണമോ ത്യാഗരാജ ഹൃദയമയി
രാഗരാജ നിലയമൈ ത്യാഗരാജ ഹൃദയമൈ രാഗരാജ നിലയമൈ മുക്തിന സുഹൃത്തി യോഗ മാർഗമുതു മൃതിരേരി സുധാലാപ സ്വർഗമു ശങ്കരാഭരണമോ ഓംകാരനാദാനു സന്താനമൗ ഗാനമേ ശങ്കരാഭരണമോ. എന്നെ സഹിച്ച എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സർ. ജോസഫ് ജോൺ സാർ ഇതിനൊരു മറുപടി പറയോ ജ്യോതികുമാർ സാറിനോട്? പ്ലീസ്. വേണ്ട വേണ്ട, ആരും ഒന്നും പറയണ്ട. സഹിച്ചതിന് നന്ദി. അല്ല, ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞ് ഈ പാട്ടൊക്കെ എടുത്ത് പാടി. പാട്ടുകളിട്ട് ജ്യോതികുമാർ സാറ് ശങ്കരാഭരണം പക്ഷെ അതിനോട് ഇത്രയും നന്നായിട്ട് പാടിയല്ലോ. ശങ്കരാഭരണം എനിക്കൂടെ ഒരു അവസരം തരണം സാറ്. സാറേ, നമുക്ക് പാടാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള പാട്ട് പാടുന്നതിലല്ല കാര്യം. ഇതുപോലുള്ള പാട്ടുകൾ, നമുക്ക് ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ പാടാൻ ഒന്ന് ശ്രമിച്ചതിൽ വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ സാറ് ശരിക്കും ആ റെക്കോർഡിങ്ങിനോട് സാമ്യം പുലർത്തുന്നുണ്ടായിരുന്നു കേട്ടോ സാറേ, ചില സ്ഥലങ്ങളില്. അപ്പൊ സാറ് ആ വരികളെ, ലിറിക്സ് നന്നായിട്ടൊന്ന് എഴുതിയിട്ട് സ്പീഡിനൊന്ന് പാടി പഠിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ പാട്ട് സാറിന് സൂട്ടാണ്, പാടാൻ പറ്റും. അല്ലേ സാർ? രാജു സാർ, പാട്ട് നല്ലതല്ലായിരുന്നു? കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നാ മതി എന്നാ തോന്നണം. പാട്ടിന്റെ ആ ഫീൽ ശരിക്കും ഉണ്ടായിരുന്നു. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ജന്മദിനത്തോടുള്ള ഒരു ആദരവ് കൂടിയാണ്. താങ്ക് യു മാഡം. നോക്കാം, ഞാൻ കുറെ ശ്രമിക്കാം, നോക്കട്ടെ അടുത്ത പ്രാവശ്യം. സാറ് കുറെ നാളായിട്ട് ഈ ശങ്കരാഭരണമായിട്ട് നമ്മളെ ഇങ്ങനെ കൊതിപ്പിക്കുകയായിരുന്നു, പക്ഷെ സാറത് പാടി കേൾപ്പിച്ചു. സന്തോഷം സാറേ. താങ്ക് യു സാർ. കൺഗ്രാജുലേഷൻസ്. സാറ് എല്ലാപ്പോഴും ഈ പാട്ട് ക്ലാസ്സിൽ വരാറുള്ളൂ എന്നുള്ളൊരു പരാതി ഉണ്ട് ഞങ്ങൾക്ക്. സാർ സ്ഥിരമായിട്ട് വരാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ സൺഡേയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ഇന്നിപ്പോ ഇതാ 2 ഗസ്റ്റ് വന്നിട്ട് ഇതാ അവരൊന്ന് ഓടിച്ചു വിട്ടിട്ട് ഞാൻ മേലെ വന്നതാ ഇപ്പൊ, സത്യം പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ് സർ. താങ്ക് യു. ഇനി 1-2 പേര് റോയ് സാറിന്റെ വരികൾ കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ജിയോ എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയോ? അതാണെന്ന് അൺമ്യൂട്ട് ചെയ്യോ ആരാണെന്ന്? ഹലോ. അതല്ലെങ്കിലും ഇനിയിപ്പോ ഉള്ളത് റോയ് സാറ് ലെഫ്റ്റ് ആയോ? റോയ് സാർ പാടിയില്ലല്ലോ. ഇന്ന് റോയ് സാറും കൂടി പാടണം. ഇന്ന് നമ്മുടെ 100ാമത്തെ എപ്പിസോഡാണ്. റോയ് സാറിന്റെ ഒരു പാട്ട് കൂടി ഏതാണെന്ന് ഇപ്പൊ നമ്മുടെ PPT ഉള്ളതാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം വരികള്. സാറിന് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട വരികൾ ഉണ്ടെങ്കിൽ അതൊന്ന് പാടുവോ പ്ലീസ് സാർ? സാറൊന്ന് വീഡിയോയിൽ വരുവോ റോയ് സാർ? ഹലോ. സാർ വരാൻ, സാർ എന്തോ എൻഗേജ്ഡ് ആയിപ്പോയിന്നാ തോന്നുന്നത്. ജോർജ് സാർ ഉണ്ടല്ലോ. ജോർജ് സാർ ഉണ്ട്. ജോർജ് സാറിന് ഇപ്പോഴാണല്ലോ കണ്ടത്. സാർ ഇപ്പൊ ജോയിൻ ചെയ്തോളോ? ജോർജ് സാർ ഉണ്ട്. ജോർജ് സാർ പാടുന്നു. രാജു സാർ എന്താ പറഞ്ഞേ? ജോർജ് സാർ വന്നേ ഉള്ളൂ. ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലേ? സാറേ, ഇന്ന് 100ാമത്തെ എപ്പിസോഡാണ് നമ്മുടെ പാട്ട് വിശേഷത്തിന്റെ. സാറിന്റെ പാട്ടും കൂടി പാടിയാലേ അത് കംപ്ലീറ്റ് ആവും. റോയ് സാറും പാടിയിട്ടില്ല. സാറ് പാടുമ്പോഴേക്കും റോയ് സാറ് നമ്മളോട് ജോയിൻ ചെയ്യുന്ന വിചാരിക്കുന്നേ. ഇനി ജോസഫ് ജോൺ സാർ ഇതൊരു പാട്ട് പാടി ഇഷ്ടഗാനം പാടി കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യണം. അത്രേ ഉള്ളൂ നമ്മുടെ. ജോസഫ് സാറിന്റെ പാട്ടൂടെ ആകുമ്പോ ഓക്കെ. സാറേ, ഇത് തീരാറായോ? കറണ്ട് വന്നോ ജോസഫ് ജോൺ സാർ? ഇല്ല, കറണ്ട് വന്നില്ല. ഞാൻ സാറിന്റെ സാറ് ആദ്യം പാടുവോ? അല്ല, ഞാൻ അവസാനം പാടിക്കോളാം. നമുക്ക് അവസാനിപ്പിച്ച സമയം എത്രയായി? 8:30 തോന്നുന്നു. 8:30 ആയിട്ടുണ്ട്. നമുക്ക് അതിന്റെ സമയം ആയിക്കൊണ്ടിരിക്കുവാണ്. 5 മിനിറ്റോടെ ഉള്ളൂ. അപ്പൊ സമയം പോകുന്ന അറിയുന്നില്ല. നല്ല അവതരണമാണ്. ഞാൻ അതേക്കുറിച്ച് പറയാം. താങ്ക് യു സർ. ഇത്
ഒരു കംപ്ലീറ്റ് ആവണമെങ്കിൽ ജോർജ് സാറും കൂടി പാടണേ. ജോർജ് അതെ സാറ് ജോർജ് സാറൊക്കെ ഇതിനകത്ത് സജീവമായിട്ട് ഞാനൊന്ന് പാടി. പാടാം. ആ, ഓമന മാം വന്നിട്ടുണ്ടേ. ഒന്ന് പാടി നോക്കാം. നിങ്ങള് എല്ലാരും പാട്ട് കേട്ട് ഞാനിങ്ങനെ ആസ്വദിക്കുവേന്ന്. എനിക്ക് പാടാനൊന്നും അറിയില്ല, എന്നാൽ ഞാൻ നിങ്ങളെ കൂടെ കൂടി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒന്ന് പാടി നോക്കാം. സർവാട്ടനൊരു പാട്ടാണ്, എനിക്കമ്മ പാടിയ പാട്ട്. എനിക്ക് പാട്ടിനെ പറ്റി ഒന്നും അറിയില്ല, എന്നാലും ഞാൻ ചൊല്ലാം. ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു നോക്കാം, ഒരു വാക്കു കേൾക്കാം, ഒരുമിച്ച പങ്കുചേരാം, ഒരു മായ വിട്ട് അരികിൽ ഞാനിപ്പോ വന്നെങ്കിൽ, പട്ടുപോലുള്ളോരാ പാദങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കയാ, മുറിയേറ്റു നീറുന്ന വിമാറിലെന്റെ വിരലിനാൽ തളി വെണ്ണ പുരട്ടാ, ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, എന്നും ഞാൻ ചെന്നു വിളിച്ചില്ല എങ്കിൽ ഉണ്ണിലുറങ്ങില്ല മൽജീവനാഥൻ, എന്നും ഞാൻ ചെന്നു വിളിച്ചില്ല എങ്കിൽ ഉണ്ണിലുറങ്ങില്ല മൽജീവനാഥൻ, ഉള്ളിൽ കിടക്കൂമെ ഉണ്ണീതനശനെ കണ്ണോടുണ്ടെന്നു കാണിക്കും ദൈവം, ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ എടുത്ത് അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു നന്നായി പാടി മാം. എനിക്ക് പാടാൻ അറിയില്ല പറഞ്ഞെങ്കിലും നന്നായി പാടിയിട്ടുണ്ട്. ഒരുപാട് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ കൊച്ചുണ്ട്, അവള് ഉറങ്ങാൻ കിടക്കുമ്പോ എന്നോട് അമ്മമ്മ പാട്ട് പാടിത്താന്ന് പറയും. അപ്പൊ അങ്ങനെ താരാട്ടെല്ലാം പാട്ട് പാടി അതിനോട് കൂടെ പാട്ടിലേക്ക് വന്നത് ഇഷ്ടം തോന്നുന്നത്. നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ പാടാൻ പറ്റുന്നത് എനിക്ക് വളരെ സന്തോഷം. ഇത്രയും നാളെ പാടുന്ന. അതെ, സംഗീതത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അങ്ങനെ ഒരു ശക്തിയുണ്ട് സംഗീതത്തിന്. ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കുക എന്നല്ല, അടുക്കുക. അപ്പൊ അത് ഞങ്ങളും ഉറങ്ങിയിരിക്കുകയാണ് കേട്ട്. സാറിന്റെ വരികളാണ്, ജാനകി അമ്മയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. എം.എസ്. ബാബുരാജ് സാറിന്റെ സംഗീതത്തിലാണ് ഈ പാട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് ഒരുപാട് നാളായി. ഇങ്ങനെയൊരു അവസരം ഉണ്ടായതിലും ഒരുപാട് സന്തോഷം. അതെ അതെ, ഒരുപാട് പഴയ പാട്ടാണ്. അതെ അതെ, അത് മാം അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും ഈ പാട്ട് സെലക്ട് ചെയ്തതിലും ഒക്കെ ഒത്തിരി സന്തോഷം. എല്ലാ ആഴ്ചയിലും ഈ സെഷനിൽ വരണം കേട്ടോ പാടാനായിട്ട്. പിന്നെ ഞാൻ വരാറുണ്ട്. ഉഷ മാം സമയം കഴിഞ്ഞു. പക്ഷെ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, അപ്പം അച്ഛനെ പറ്റി രണ്ടുപേരും പാടണം. തീർച്ചയായിട്ടും പാടണം. ജോർജ് സാർ പാടണം. ജോർജ് സാറിനെ പാടാൻ വിളിക്കാം നമുക്ക്. ഹാപ്പി ഫാദേഴ്സ് ഡേ. ജോർജ് സാർ വരുമോ? ജോയിൻ ചെയ്യോ പ്ലീസ്? സാർ പാടിയില്ലല്ലോ. സാർ ഏത് പാട്ടാ പാടുന്നത്? വരികള് നമുക്ക് സാറിന് ഇഷ്ടപ്പെട്ട പാട്ട് പാടുവോ? സാറ് ഫ്ലോറിലുണ്ട്. ജോർജ് സാർ ഉണ്ടോ? വീഡിയോ ഇല്ല, ഓഡിയോ ഇല്ല.
സീറ്റിലില്ല. ചേച്ചി റോയ് സാർ ഉണ്ടോ? റോയ് സാർ ഉണ്ടോ? ഇവിടെ ഓഡിയോ വീഡിയോ ഒക്കെ ഉണ്ട്. ഉണ്ട്. സാറ് വന്നു. സാറില്ലാതെ ചുക്കില്ലാത്ത കഷായം ഇല്ലാന്ന് പറഞ്ഞ പോലെ സാറില്ലാതെ ഈ പ്ലാറ്റ്ഫോം ഇല്ല. പ്ലീസ് സാറ് ഏത് പാട്ടാ പാടുന്നേ? സാറ് എന്ത് പാട്ടാ പാടുന്നേ? പിന്നെയും പോയില്ലോ. റോയ് സാറിനെ വിളിക്കൂ. റോയ് സാറിനെ വിളിക്കാം. റോയ് സാർ അല്ല, ജോർജ് സാർ വന്നിട്ടുണ്ട്. ജോർജ് സാർ ഓഡിയോ വീഡിയോ സാർ ഒന്ന് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കാണുകയും ചെയ്യാം. കേൾക്കാം. പഠിക്കാം. റോയ് സാറും വന്നിട്ടുണ്ട്. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. താങ്ക് യു. സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ട ഒരു ഗാനമാണ് ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. അപ്പം സാറിന്റെ സെലക്ഷന് ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി സാർ. ഇതെന്തേ കേറാൻ? റോയ് സാർ വരാമോ? റോയ് സാർ പ്ലീസ്. ഇനി പാടാനുള്ള ഫ്ലോറില്. റോയ് സാർ ഓഡിയോ ഓൺ ആക്കാമോ? മ്യൂട്ടാക്കാമോ? പാടിയല്ലോ, ഞാൻ പാടിയില്ലേ? മ്യൂട്ട് ചെയ്യണം. അവിടുന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് ഓമന മാഡം, അതുകൊണ്ട് മ്യൂട്ട് ചെയ്യുമോ പ്ലീസ്? റോയ് സാർ ഉണ്ടോ? നോക്കാം, വെയിറ്റ് ചെയ്യാം സാറേ. നമുക്ക് സാറിന് ജോസഫ് ജോൺ സാറിലേക്ക് വരാം. എല്ലാവർക്കും ജോസഫ് ജോൺ സാറിലേക്ക് വരാം. സാർ പ്ലീസ് സർ. ഓവർ ടു സർ. സാറിന്റെ പാട്ട് പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാറിന്റെ പാട്ട് പാടുന്നുണ്ടോ? അതോടെ കഴിഞ്ഞു. റോയ് സാറേ അവൈലബിൾ റോയ് സാർ പാടുന്നു. ഞാനും ഷെൽ ടീച്ചറും കൂടെ സെക്കൻഡ് സോങ് ഞാനും ഷെൽ ടീച്ചറും കൂടെ പാടിയിരുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. ഇത് പാട്ടാണ് ഞങ്ങൾ പാടിയത്. പാടി സാർ. താങ്ക് യു. രാജു സാറിന്. രാജു സാർ അത് കഴിഞ്ഞാണോ ജോയിൻ ചെയ്തത്? ഞങ്ങൾ ഒരു പാട്ട് പാടിയിരുന്നു. ആ പാട്ടാണ് ഞങ്ങൾ പാടിയത്. ഓണത്തെ കുറിച്ചുള്ള പാട്ടാണ് പാടിയിരുന്നത്. സെക്കൻഡ് സോങ് ആയിരുന്നു അത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇത്രയധികം മനോഹരമാക്കാനായിട്ട് നിങ്ങളെവരുടെയും എത്രത്തോളം വലിയൊരു പാർട്ടിസിപ്പേഷൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെല്ലാവരോടും ഞാൻ ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് എല്ലാവരുടെയും പേര് പറഞ്ഞ് തന്നെ ഇതുപോലെ ഞാൻ നന്ദി പറയുകയാണ്. ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയതിനും ഞാൻ സാബു സാറിനോടും അതുപോലെ ജോസഫ് ജോൺ സാർ, ഷാബു സാർ, എല്ലാവരോടും, പ്രത്യേകിച്ചും ഷീല ടീച്ചർ, രാജു സാർ, പത്മാവതി മാം, സ്നേഹലത മാം, ജെസ്സി മാം, പിന്നെ പത്മാവതി ടീച്ചർ മാം, രമാവതി മാമിനോട് പ്രത്യേകം എനിക്ക് നന്ദിയുണ്ട്. ഫ്രണ്ടിനെ കൊണ്ട് പാടിച്ചതില്
ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ചതിലും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. കുറച്ച് ലോങ് ആയി പോയി എന്ന് എനിക്കറിയാം ഈ സെഷൻ, എന്നാലും മനോഹരമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു സർ. റോഷ്നിയോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നുണ്ട് കേട്ടോ. റോഷ്നി ഈ ഒരു പാട്ട് അൻപൂവേ പൊൻപൂവേ എന്നുള്ള ആ പാട്ടോട് കൂടിയിട്ട് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റോഷ്നി ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വന്നതിൽ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. താങ്ക് യു റോഷ്നി. ഇനി ഞാൻ നമുക്ക് ടൈം ഇല്ല, ഞാൻ ജോസഫ് ജോൺ സാറിന് മൈക്ക് കൊടുക്കുവാണ്. ജോസഫ് ജോൺ സാറ് സൂര്യനായി എന്നുള്ള പാട്ട് പാടുമോ സാറേ? ഫാദേഴ്സ് ഡേ അല്ലേ? ഇല്ല എനിക്കത് അത്ര വശമില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. രമമാതി പാടും, പാടുന്നെങ്കിൽ രണ്ടുപേര് പാടിക്കോളൂ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ. പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ. താങ്ക് യു മാം. താങ്ക് യു സാർ. എല്ലാം ഇപ്പൊ രമാവതി മാം പാടിയ ഈ ഒരു പാട്ട് എല്ലാ അച്ഛന്മാർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഫ്ലോറിലെ എല്ലാവർക്കും, എല്ലാ അച്ഛന്മാർക്കും ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ ആശംസകൾ നേരുന്നു. ഇനി താങ്ക് യു ശ്രീകുമാരി മാം. ഇനി ജോസഫ് സാറിലേക്ക് പോകാം. സാറിന് താങ്ക് യു മാഡം. വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വൈൻഡപ്പ് ചെയ്യാം. പാട്ടുവിശേഷത്തിന്റെ 100ാമത് എപ്പിസോഡായിരുന്നു ഇന്ന് നമ്മൾ കൊണ്ടാടിയത്. ഇതൊരു ആഘോഷമായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 99 എപ്പിസോഡുകൾക്ക് മുമ്പ് സാബു സാർ ഇങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. അന്ന് നമ്മൾ തുടങ്ങിയത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ്. പാട്ടിനെ കുറിച്ച് പറയുക, പാട്ട് പാടുക, പാട്ട് പാടിപ്പിക്കുക, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ പരിപാടി പാട്ടുവിശേഷം 100ാമത് എപ്പിസോഡ് വളരെ ഗംഭീരമായിട്ടാണ് നമ്മുടെ ഉഷാ മാഡവും ഷീലാജിയും കൂടി അവതരിപ്പിച്ചതെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. കാരണം വളരെ മനോഹരമായിട്ട് ചടുലമായ ഭാഷണത്തിലൂടെ ഉഷാജി എല്ലാവരുടെയും മനം കവർന്നു എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഗംഭീരമാക്കിയ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം നമുക്കറിയാം സാബു സാറിന്റെ വ്യക്തിപരമായ ആ ഒരു വിഷമഘട്ടത്തിൽ എന്നിട്ട് പോലും അദ്ദേഹം ഈ പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി തരുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പരിപാടികൾ നടത്തിക്കൊണ്ടുപോകും. ആര് ചെയ്യും? മറ്റാരും ചെയ്യില്ല എന്ന് തന്നെയാണ് എനിക്ക്. ആ ഒരു പ്രതിബദ്ധതയെ, ആ ഒരു സ്നേഹത്തിനെ, ഇതിനോടുള്ള ആ ഒരു കടപ്പാടിനെ നമ്മൾ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും സാറിന്റെ മദർ ഇൻ ലോയുടെ ആ ഒരു വേർപാടിൽ നമുക്കുള്ള ദുഃഖം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഉഷാ മാഡം, നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലും ആത്മാവിന് വേണ്ടി ആത്മാവിനെ സ്മരിക്കാം. അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ടത് ഷാബു സാറിന്റെ ആ വിവരണങ്ങളൊക്കെ നമുക്ക് വളരെയധികം അറിവും പാട്ടിനോട് കൂടുതൽ അടുക്കാനും ഒക്കെയുള്ളൊരു വേദിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ എപ്പിസോഡ് വളരെ ലൈവ്ലി ആൻഡ് ലവ്ലി ആയിട്ടാണ് നിങ്ങൾക്ക് കൊണ്ടുപോയത്. എല്ലാവരും നന്നായിട്ട് പാടുകയും ഇതിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും സഹകരിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു. നമുക്ക് തുടർന്നും യാത്ര ചെയ്യാം. 2 വരി കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പാടിക്കൊണ്ട് സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബ്രഹ്മാനന്ദൻ കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ വളരെ പഴയൊരു പാട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണ്. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി.
കളിത്തോണി തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു മയക്കമെന്തേ 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 പെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടവേ മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു താമരക്കളിത്തോണി. പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഇങ്ങനൊരു പരിപാടി അവതരിപ്പിച്ചത് കൊണ്ട് കുറച്ചു പേർക്കെങ്കിലും സംഗീതത്തെ കൂടുതൽ അറിയാനും സംഗീതത്തെ ഇഷ്ടപ്പെടാനും സംഗീതത്തെ ചേർത്ത് നിർത്താനും സാധിക്കുന്നു എന്നറിയുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇന്ന് പാടിയ ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വേണുഗോപാൽ സാറും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് പാടിയത്. ജ്യോതികുമാർ സാറും തുടക്കം തന്നെ ഗംഭീരമായിരുന്നു ആ പാട്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടോട്ടലി അവതരണവും നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും ഒക്കെ മനം കവരുന്നതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമയം വൈകിയത് കൊണ്ട് നമുക്കിത് നിർത്താൻ തോന്നുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം അല്ലെ. ഇത് തുടർന്ന് പോയ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണ്, ഞാനും തയ്യാറാണ്. എനിക്ക് ഇന്ന് വളരെയധികം തിരക്കുള്ള ദിവസമായിരുന്നു. എൻ്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ്, അതിന്റെ ആഘോഷമൊക്കെ നടക്കുന്നു. പിന്നെ ഞാനൊരു യാത്രയ്ക്ക് ഒരുങ്ങുന്നു. എങ്കിലും ഇന്ന് എനിക്ക് നിങ്ങളോടൊപ്പം പിന്നണിയിലാണെങ്കിലും ഇരിക്കാൻ സാധിച്ചു എന്നതിൽ ഉള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് അവതാരകർക്ക് വീണ്ടും അനുമോദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ തുടർന്നുള്ള എപ്പിസോഡുകളിലും തീർച്ചയായിട്ടും എല്ലാവരുടെയും സജീവമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പാട്ടിനെ നമുക്ക് കൂടുതൽ സ്നേഹിക്കണം, പാട്ടിനെ നെഞ്ചോട് ചേർത്ത് വെക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്കൊരു തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. റോഷ്നി അതുപോലെ തന്നെ ജ്യോതികുമാർ സാറൊക്കെ എപ്പോഴും എന്നും വരണം. ജോസഫ് ജോൺ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇത്രയധികം ഒരു തിരക്കേറിയ ഒരു നിമിഷങ്ങളിലാണ് സാറ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതെന്ന് അറിയാൻ പറ്റിയില്ല. കുറച്ച് ലോങ് ആയി പോയി സെഷൻ. അപ്പൊ അതുകൊണ്ട് 100ാമത്തെ എപ്പിസോഡിൽ ചെറിയൊരു സജഷനും കൂടി വെക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പാട്ട് അറിയാവുന്ന ഒരുപാട് പേര് ഫ്ലോറിലുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പാട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യിക്കാനും കൂടിയിട്ട് നിങ്ങൾക്കൊരു കുറച്ച് സമയം, കുറച്ചല്ല 1-2 വരികളൊക്കെ ഒരു ഗ്രൂപ്പിൽ പാടിയിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കേട്ട് പഠിക്കാം. സൺഡേ ആകുമ്പോഴേക്കും നമുക്കത് എല്ലാവർക്കും കൂടി പാടുകയൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ചെറിയ സജഷനും കൂടി എനിക്ക് ഈ 100ാമത്തെ എപ്പിസോഡിൽ വെക്കാനുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം ഗ്രൂപ്പിൽ ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ എപ്പിസോഡ് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. സാബു സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. സാബു സാറിന്റെ കുടുംബത്തിന് പ്രാർത്ഥന അറിയിക്കുന്നു. വീണ്ടും രമാവതി മാം ഫ്രണ്ടിനോട് പ്രത്യേകം നന്ദി പറയാ. റോഷ്നി താങ്ക് യു ജ്യോതികുമാർ സർ, വേണുഗോപാൽ സർ താങ്ക് യു, ഷീൽ ടീച്ചർ, റോയ് സാർ പാടിയില്ല എങ്കിൽ കൂടി താങ്ക് യു, ശ്രീകുമാരി മാം, ഹോമന മാം, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഷാബു സാറിന് ഈ ഒരു പ്രോഗ്രാം പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. സെഞ്ചുറി എന്തായാലും നമ്മളെ സെഞ്ചുറി അടിക്കാനുള്ള ഭാഗ്യം നമ്മളെ ഉഷാ മാഡത്തിനാ കിട്ടിയിട്ടില്ല ഇന്ന്. താങ്ക് യു. 100ാമത്തെ എപ്പിസോഡ് പാർട്ടിസിപ്പന്റ് വളരെ മനോഹരമായി ചെയ്ത ഉഷാ മാമിന് പ്രത്യേകം നന്ദി, ഹൃദയം താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ഇന്ന് ചെയ്തത്. എല്ലാവർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ് ഇതിലുള്ളത്. ഇതിന്റെ ഒരു സക്സസ്ഫുൾ സന്തോഷം എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു ഞാൻ. താങ്ക് യു സോ മച്ച്. ഗംഭീരമായിരുന്നു, സെഞ്ചുറി തന്നെയായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സർ. എവിടെ പോയി ജോർജ് സാർ? നമസ്കാരം. റോയ് സാർ ഉറങ്ങിപ്പോയെന്ന് സംശയമുണ്ട്. റോയ് സാർ മാത്രം വന്നില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് 2 പാട്ട് റോയ് സാർ അല്ലേ? ചിലപ്പോ പറയാം. അവതരണം എല്ലാവർക്കും പ്രചോദനമായി. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു. നമുക്ക് ഇനി ഓരോ എപ്പിസോഡ് ഷാബു സാർ, ജോസഫ് ജോൺ സാർ ലെഫ്റ്റ് ആയിക്കോ, കുഴപ്പമില്ലായിരുന്നു സാറേ. താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഷാബു സാർ, ഉഷ മാഡം
ഞാൻ ലേറ്റായി. അല്ല, നമ്മളെ തലവരവിടെ പോയി? സാബു കേരളം. സാബു സാറിന്റെ മദറിൻലോ മരിച്ചു പോയായിരുന്നേ. നാളെയാണ് ഫ്യൂണറൽ. അപ്പൊ അതുകൊണ്ട് സാറിന് ഇന്ന് അവിടെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സാർ അറിഞ്ഞില്ലായിരുന്നോ അത്? ഇല്ല. അയ്യടാ, ആണോ? 2 ദിവസം മുമ്പായിട്ട് മദറിൻലോ മരിച്ചുപോയി. പെട്ടെന്നുണ്ടായ ഒരു വീഴ്ചയില് അപകടം പറ്റിയ അടുക്കളയിൽ തെന്നി വീണതാണേ. അപ്പൊ അത് അതെ. അപ്പൊ നാളെയാണ് എന്റെ ഫ്യൂണറൽ. അപ്പൊ സാറത് അതിന്റെ ഒരു തിരക്കിലാണ്. സാറിന് ഇന്ന് അവിടെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സാർ എന്നാലും ഈ ഒരു അവസരത്തിൽ പോലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ പ്രോഗ്രാം മുടങ്ങരുതെന്ന് അത്രയധികം ആഗ്രഹമുള്ളത് കൊണ്ട്, നമ്മളിലുള്ള വിശ്വാസം അത്രത്തോളം ഉള്ളത് കൊണ്ടും സാറ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം അനുവദിക്കാനായിട്ട് അവതരിപ്പിക്കാൻ അവസരം തരികയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ ഒരു എപ്പിസോഡ് സാറിന്റെ ആ ഒരു എത്രമാത്രം ഒരു സമർപ്പണത്തിന് മുമ്പിൽ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തായാലും ഒരു നല്ല 100ാമത്തെ എപ്പിസോഡ് വളരെ ഒരു വെറൈറ്റി ആയിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവതരണവും ഗംഭീരമായിരുന്നു. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളായതുകൊണ്ടേ വളരെ ഭംഗിയായിട്ട് അത് പാടുകയും ചെയ്തു. രമാവതി മാമിന്റെ മകൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിനും. ബാക്കി നമ്മളെല്ലാരും ഇവിടെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകം നന്ദി പറയും. പിന്നെ മാം അതുപോലെ തന്നെ ഈ ഫ്രണ്ടിനെ കൂടി നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണേ. പാടാൻ വേണ്ടിട്ട് വരാൻ പറയണേ. ഓക്കെ. നമ്മള് പണ്ട് ട്രെയിനിൽ ഒന്നിച്ചു പോകുമ്പോ പാടിക്കൊണ്ടിരുന്നതാ. ഞങ്ങളെ പോലെ സാറിന്റെ ഒക്കെ പാട്ട് നല്ലതായിരുന്നു. സെലക്ഷൻ ഒക്കെ നന്നായിരുന്നു കേട്ടോ. സ്നേഹലത മാം വളരെ നന്നായിട്ട് പാടി. ഒരു ശങ്കരാഭരണം കൊണ്ട് വന്ന സാറും അതുപോലെ തന്നെ ഒത്തിരി പറഞ്ഞിട്ട് തീരുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് സമയത്തിന്റെ ഒരു കുറവ് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അച്ഛന്മാർക്ക് ഫാദേഴ്സ് ഡേ ആശംസകൾ അർപ്പിക്കുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സാറ് വേണം ഇത് എല്ലാവർക്കും ലെഫ്റ്റ് ആയി പോകാല്ലേ. ഇത് എന്ത് ചെയ്യണമെങ്കില്